ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഹൽവ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. മെയിനായിട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലോറാണ്, പിന്നെ ഫുഡ് കളർ വേണം, പിന്നെ കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മിസും നമുക്ക് വേണം, പിന്നെ ഒരു ബൗൾ പഞ്ചസാര കൂടി നമുക്ക് വേണം, പിന്നെ ഒരു 3-4 സ്പൂൺ നെയ്യ് കൂടിയാണ് നമുക്ക് വേണ്ടത്. ഞാനൊരു ബൗളിൽ ഒരു അര ബൗളാണ് കോൺഫ്ലോർ എടുത്തേക്കുന്നത്. ആ സെയിം ബൗളിൽ തന്നെ അപ്പം നിറച്ച് വെള്ളം എടുക്കണം. നമ്മൾ എത്രയാണ് കോൺഫ്ലോർ എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വെള്ളം അതും കൂടി ഒഴിച്ച് നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. കട്ടയൊന്നും കെട്ടാതെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് പഞ്ചസാര എടുത്ത് അതിലിടുക. ആ സെയിം ബൗളിൽ തന്നെ ഒരു ബൗൾ വെള്ളം കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അത് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മുടെ മിക്സ് ഉണ്ടല്ലോ കോൺഫ്ലോറിൻ്റെ, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് അഴുക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഒരു അരിപ്പെടുത്ത് ജസ്റ്റ് ഒന്ന് അരിച്ചു കൊടുക്കാം. അതിൽ വേറെ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമ്മളൊരു തള വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫുഡ് കളർ നമ്മൾ ആഡ് ചെയ്യുക. എനിക്കിവിടെ കിട്ടിയത് ഓറഞ്ച് റെഡ് കളറായിരുന്നു. അതൊരു 3-4 പിഞ്ച് ഇടേണ്ടി വന്നു. അപ്പോഴാണ് ഈ ഒരു നല്ലൊരു കളർ നമുക്ക് കിട്ടിയത്. ഈ കളറാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നെയ്യ് കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതിൻ്റെ വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഒരു 3-4 സ്പൂണ് നെയ്യാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ കാഷ്നട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുക. കാഷ്നട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഹൽവയിലിട്ട് നെയ്യിൽ കിടന്ന് ഹൽവയിലൊന്ന് യോജിച്ച് വരണം എല്ലാം കൂടി. നമ്മളൊരു 3-4 സ്പൂണ് നെയ്യ് ആണ് യൂസ് ചെയ്തത്. പിന്നെ നമുക്ക് ഇടേണ്ട നമ്മുടെ പാത്രത്തിൽ നമ്മൾ നെയ്യൊന്ന് തൂവി വയ്ക്കണം. പിന്നെ നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരിവാകുമ്പോൾ നമ്മൾ ആ പാത്രത്തിലേക്ക് ഹൽവ ഇട്ട് കൊടുത്ത് ഒരു സ്പൂണിൻ്റെ ബാക്കിൽ നമുക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായി ഷേപ്പ് ചെയ്യാൻ പറ്റും. ഒരു ഇങ്ങനെ നെയ്യ് തൂവിയിട്ട് അതിന് ശേഷം അത് തണുക്കുമ്പോൾ നമ്മളത് ഡീമോൾഡ് ചെയ്തെടുക്കുക. പാത്രത്തിൽ നമ്മൾ നെയ്യ് തൂവിയത് കൊണ്ട് നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ, സി യു.